തോന്നുന്നു ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ 3 പുലികളെ നിർത്തിയിരിക്കുകയാണ്. 3 പുലികളെന്ന് പറഞ്ഞാൽ ഒരു സെബ്രോണിക് 9400, വീണ്ടും ഒരു സെബ്രോണിക് 9400, ഇതിൻ്റെ ഇടയ്ക്ക് ബോട്ടിൻ്റെ ഒരു 3100. ഇതിൻ്റെ 3ൻ്റെ ഒരേ കംപ്ലൈൻറ്റാണ്. 3നും ഒരേ കംപ്ലൈൻറ്റ്. ഇതിൻ്റെ കോമൺ കംപ്ലൈൻ്റാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ എല്ലാം വർക്കാവും, പക്ഷേ ഔട്ട്പുട്ട് വരത്തില്ല. ആംപ്ലിഫയർ ഐ സിയിൽ ഔട്ട്പുട്ട് വരത്തില്ല, ഊഫർ ഒന്നും വർക്ക് ചെയ്യില്ല. ഇതിനാണ് 3ൻ്റെയും കംപ്ലൈൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ബോർഡ് ഇതാണ്. ഇത് ബോർഡ് ഇപ്പോൾ 2ാമത്തെ ബോർഡ് ഞാൻ അഴിച്ചു വെച്ചു, 3ാമത്തെ ബോർഡ് ഞാൻ അഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ 3 ബോർഡും ഒരേ കംപ്ലൈൻ്റാണ്. അതിൻ്റെ ഐ സി ഇല്ലായിരുന്നു, ഐ സി വന്നിട്ടുണ്ട്. അപ്പോൾ ഐ സി മാറി ഈ 3 സെറ്റും റിപ്പയർ ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഐ സി മാറാൻ പോവാണ്. ഐ സി ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് സർവീസിലേക്ക് കിടക്കാം. നമ്മുടെ ലെൻസിങ് ആണ്, ചെറിയ വട്ടത്തിലുള്ള ലെൻസ് കണ്ടിരിക്കും. അടുത്ത ബോട്ട് അപ്പോൾ നമുക്ക് 3 ഐ സികളാണ് ഇതിനകത്ത് മാറേണ്ടത്. വരൂ, എൻ്റെ മോള് ഇതൊക്കെ കാണിക്കാം. ഇതൊരു ഐ സി AD 82 58 4D 1, പിന്നെ AD 82 58 4D, ഇനി AD 83 58 6B, 6B, AD 82 58 4D, AD 82 58 4. 2 എണ്ണം ഒരുപോലത്തേതും സബ്വൂഫറിൻ്റെ ആണെന്ന് തോന്നുന്നു, ഒരെണ്ണം വ്യത്യാസമുണ്ട്. അങ്ങനെ 3 ഐ സികളാണ്. ഈ 3 ഐ സികളാണ് നമ്മൾ മാറാൻ പോകുന്നത്. നമ്മളിത് 3 മേടിച്ച് വെച്ചിട്ടുണ്ട്, കാണിച്ചത്. അപ്പം 9 ഐ സി വേണം 3 എണ്ണത്തിൻ്റെയും കൂടെ മാറിയെടുക്കണമെങ്കിൽ. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. ഇതിൻ്റെ പ്രോസസ് ഇതുണ്ട് 3 ഐ സി. ആണ് ഫോക്കസ്. അതൊക്കെ നോക്കാതെ എങ്ങനെയാണ് പറയുന്നത്? എന്നാ പിന്നെ വിട്ടാരെ, LCD ആണോ വിട്ടാരെ, നോക്കണ്ട. വിട്ടാരെ. ഓക്കെ, കട്ട് ചെയ്തു. ഇല്ല 42 പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ബ്ലോവർ വെച്ച് നമ്മളിത് അഴിച്ചെടുത്ത് ഈ ഓരോ ഐ സിയും നമ്പർ മാറാം. 2 എണ്ണം ഒരേപോലത്തെ ഊഫറിൻ്റെ
വ്യത്യാസമാണ്. ബ്ലോവർ ഇതാണ് നമ്മളതിൻ്റെ ഇത് നമ്മൾ ഒരെണ്ണം ഫിനിഷാക്കി. ലൂസൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഗ്ലൂ ഇടുകയാണ്. ഇത് നമ്മളിത് സബ് വൂഫറിൻ്റെ ഇതിൻ്റെ കപ്പാസിറ്റർ നേരത്തെ ഞാൻ മാറിയിട്ടുണ്ട്. ഈ കപ്പാസിറ്റർ പോയിരിക്കുമായിരുന്നു, ഈ ഫിൽറ്റർ ഇത് പൊട്ടിയിരിക്കുമായിരുന്നു. അപ്പോൾ ലൈനിലൊരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വന്നതായിരിക്കാം ഈ കാരണമെന്ന് തോന്നുന്നു. ഇപ്പോൾ ബോർഡെല്ലാം ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഫിക്സ് ചെയ്യണം. ഇരുപത്തിനാല് വോൾട്ട് സപ്ലൈ കൊടുത്തു. ഇതാണ് സപ്ലൈ. സബ് വൂഫർ കൊടുത്തു. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും കൊടുത്തു. പിന്നെ കൺട്രോളെല്ലാം കൊടുത്തു. അപ്പോൾ അതിനൊരു ഇച്ചിരി ഗ്ലൂ ഇടണം, പശ ഇടണം സപ്ലൈക്ക് മാത്രം. മറ്റേ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സബ് വൂഫറിന് നല്ല ടൈറ്റ് സെറ്റാക്കി ഐസിമാർ കയറ്റുവാണ്. ഇതിൻ്റെ എല്ലാം നോക്കാം. 2 സ്ക്രൂ ഇട്ടതിന് ശേഷം നമുക്ക് നോക്കാം, എന്നിട്ട് ബാക്കി സ്ക്രൂ ഇടാം. USB ആയി. സൗണ്ട് വന്നു. ഓക്കെ, ഇത് നോക്കാം. ഓഫായി. ലൂസ് ഒരു സ്പീക്കർ, 2 സ്പീക്കർ, 3 സ്പീക്കർ, 4 സ്പീക്കർ, 5 സ്പീക്കർ. എല്ലാ സ്പീക്കറായി. ഓക്കെ, ബ്ലൂടൂത്ത് നമ്പർ 9400 കണ്ടല്ലേ. നോക്കട്ടെ. ആയി. ഇപ്പം നമ്മളൊരു പാട്ട് നമുക്ക് വെക്കാം. ഓക്കെ, ഓക്കെ. 9200 ശരിയായി. 9200 അല്ല, 9400. ജൂക്ക് ബാർ 9400 പ്രോ ഡോൾബി 5.1 5 സൗണ്ട് ബാർ വിത്ത് സബ് വൂഫർ. ഇൻപുട്ട് വോൾട്ടേജ് 220 ആണ്. ഔട്ട്പുട്ട് 525 വാട്ട്സ്. മെയ്ഡ് ഇൻ ചൈന.
ആദ്യത്തെ റെഡിയായി, അവനെ നമുക്ക് മാറ്റി വെക്കാം. ഹലോ, ആ പറഞ്ഞോ. ഒവ്വ, ഇപ്പോൾ വരാം. ഉണ്ട് തന്നെ, ഞങ്ങൾ സർവീസ് സെൻ്ററിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ വരാം സാറേ. ഓക്കെ, ശരി, ഇപ്പോൾ വരാം. തരാം. അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. ഇനി അടുത്ത നമ്മൾ ബോട്ടിൻ്റെ ആണ് മാറിയെടുത്തിരിക്കുന്നത്. ബോട്ടിൻ്റെ ഐസ് മാറി നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. പൊട്ടപ്പനാക്കി ഇനി ബോട്ടെ പിടിപ്പിക്കാൻ പോവാണ്. നമ്മൾ പിടിപ്പിച്ച സെബ്രോണിക്ക് മോൻ ഇച്ചിരി അങ്ങ് മാറിയിരിക്കുക. ഞാൻ അടുത്തവനെ പിടിപ്പിക്കുകയാണ്. ബോട്ട് അടിയിലോട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. സ്ക്രൂവിലായിരിക്കാം. USB ഒക്കെ പുറകിലാണ്. പക്ഷെ സെബ്രോണിക്സ് ചെയ്തിരിക്കുന്ന രസം. ഫ്രണ്ടിലേക്ക് USB, സോണിയുടെ RT3 പോലെ തന്നെ ചെയ്ത് വെച്ചിരിക്കും. അതേപടി കോപ്പി അടിച്ചു വെച്ചിരിക്കും. ആണ് അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഗ്ലൂ ഗണ്ണ് കുത്തി കിടക്കുവാണല്ലോ ലിഞ്ചി. അതെ 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 24 വോൾട്ട് പവർ സപ്ലൈ. നല്ല ആംബിയറുള്ള പവർ സപ്ലൈ. ഇതിനൊരു 10,500 രൂപയൊക്കെ വിലയുണ്ട് പവർ സപ്ലൈക്ക്. നല്ല വിലയുള്ള പവർ സപ്ലൈ ആണ്. ആംബിയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നല്ല വിലയുണ്ട്. എപ്പോഴും നമ്മളത് നോക്കണം. സ്ക്രൂ എല്ലാം എടുത്തിട്ടെ. സമയമില്ലാത്തതുകൊണ്ട് പടപടപടേന്ന് ഓരോന്ന് ചെയ്ത് നീക്കുവാണ്. അതിനിടയിൽ വീഡിയോ എല്ലാം ഒത്തിരി പിടിക്കാൻ പോയാൽ വലിയ ഒരു ചടങ്ങാണ്. പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ കാണിക്കുന്നുള്ളേ ഉള്ളൂ. SMD മാറിക്കൊണ്ടും ഒക്കെ ഇരിക്കുന്നത് ഒത്തിരി സമയമെടുക്കും. അപ്പം കഴിവതും ഇനി സ്ക്രൂയിലും സോൾഡറിങ്ങും ഒന്നും കാണിക്കുന്നില്ല. ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാവർക്കും കാണേണ്ടത് അതിൻ്റെ സൊല്യൂഷനാണല്ലോ. സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു, സൊല്യൂഷൻ നമ്മൾ ചെയ്തു, സൊല്യൂഷൻ നമ്മൾ കാണിച്ചു. ഉണ്ടായിരുന്നപ്പോഴേ, കടയുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ സ്റ്റാഫുമായിട്ട് കുറേ പയ്യന്മാരെയൊക്കെ എടുത്ത് റിമോട്ട് അവരെയൊക്കെ നമ്മളിങ്ങനെ വിടുമായിരുന്നു TV കളക്ട് ചെയ്യാൻ. പിക്ചർ ടു TV ആണല്ലോ, പിക്ചർ ടു TVയുടെ ബോർഡ് ഊരിക്കൊണ്ട് വരാൻ. അപ്പോൾ അവർ പോയി ബൈക്കിന് പോയി ബോർഡൊക്കെ ഊരിക്കൊണ്ട് വരുമ്പം ആൾക്കാർ വിചാരിക്കും ഇവരാണ് ടെക്നീഷ്യൻ, കമ്പനി ടെക്നീഷ്യൻ ആണെന്ന് വിചാരിക്കും. അതിൽ പണി മുഴുവൻ ബാക്കിയുള്ളവനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ ഈ ഊരിക്കൊണ്ട് വരുന്ന മുഴുവൻ സെറ്റും ഞാൻ തന്നെ റിപ്പയർ ചെയ്ത് ഞാൻ തന്നെ ഇവർക്ക് കൊടുത്തു വിടും. എന്നെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല ഇന്ന് വരെ. പണി മുഴുവൻ ഞാനാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇവർ ചെന്ന് ഇവർ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല കേട്ടോ, ഇവരെ കുറ്റമായിട്ട് ഞാൻ പറഞ്ഞതല്ല. അങ്ങനെ ആൾക്കാർ തെറ്റിദ്ധരിച്ചു ഇവരാണ് ടെക്നീഷ്യന്മാർ, ഇവരാണ് ഇത് നന്നാക്കുന്നത്, അവർ തെറ്റിദ്ധരിച്ചു. ഇപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവർ കാണുന്ന ഇവരാണല്ലോ, എന്നെ കാണുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാലം. ഇപ്പം എന്നാണേലും നിങ്ങൾ എന്നെ നേരിട്ട് കാണുവാണല്ലോ. അതെ, നമ്മൾ പവർ സപ്ലൈ ആണ് ഇപ്പോൾ കൊടുത്തത്. 24 വോൾട്ട് ഒരു 8 ആംപിയറൊക്കെ കാണും. ഇതെല്ലാം നമ്മൾ ഗ്ലൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ ഒരു അനക്കമൊക്കെ വന്നാൽ ഊഫറിൻ്റെ അല്ലേ, പിന്നെ ഇത് ലൂസാകാൻ പാടില്ല. പിന്നെ നമുക്ക് ഇത് പിന്നെ ഇവിടെയൊക്കെ തന്നെ കുത്തിയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അവിടെ 3 പിന്നുണ്ട് കുത്താൻ. ഇത് പെൻഡ്രൈവിൻ്റെ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇത് വേറെ രീതിയിലാണ് അവർ പിടിപ്പിച്ചിരിക്കുന്ന. ബോർഡൊക്കെ സെയിമാണ്.
വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ച് താളുകറി വെക്കുന്ന പറഞ്ഞ പോലെയുള്ള സംഭവമാണ്. കറി താളാണെങ്കിൽ വെളിച്ചെണ്ണ കൂടുതലുണ്ട്. അപ്പോൾ അകത്ത് കുത്താനുള്ളത് അങ്ങ് കുത്തിയേക്കാം. അകത്ത് ആദ്യം നമ്മുടെ സബൂഫറിൻ്റെ ലൈൻ കുത്തണം. അത് നല്ല ടൈറ്റാണ്. അത് പോസിറ്റീവും നെഗറ്റീവും നോക്കി കുത്തണം. സബൂഫർ അത് എപ്പോഴും അത്യാവശ്യമുള്ള കേസാണ്. പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. സബൂഫർ പ്ലസ്, സബൂഫർ മൈനസ്. അപ്പോൾ ഇങ്ങോട്ട് തന്നെ പ്ലസ് ആണ്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ചുമല ഇങ്ങോട്ട്, ഇപ്പുറത്തെ സൈഡിലേക്കാണ് ചുമല. ഞാനും ഒന്ന് വിശദമായിട്ട് നോക്കട്ടെ. അതെ, ഇത് പോസിറ്റീവ്, നെഗറ്റീവ് അങ്ങനെ തന്നെ നമ്മൾ കൊടുത്തു. അത് ഇളകാതിരിക്കാൻ അതിനും നമ്മൾ ഇച്ചിരി ഗ്ലൂ കൊടുത്തു. ഇനി അത് തിരിഞ്ഞു പോയാൽ അതിൻ്റെ ബാസിനെ ബാധിക്കും, ബാസ് കുറയും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അല്ലാതെ തിരിഞ്ഞു പോകുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ബാസിനെ ബാധിക്കും. ഗ്ലൂ വിട്ടു. പിന്നെ ഒരെണ്ണം കൂടെ കുത്താനുണ്ട്. അവനൊരു കുഞ്ഞനാണ്, കുഞ്ഞൻ. ഇവിടെ ഇതും എല്ലാത്തിനും ഗ്ലൂ അടിച്ചു. ഇനി ഇവന് പൊക്കണം, ബോട്ട് തിരിക്കണം. അപ്പോൾ ഇതാണ് ബോട്ട്. എല്ലാം വരച്ചു, പശ വന്നു, ഗ്ലൂ ഇട്ടു. ഓക്കെ, ഒന്ന് രണ്ട് സ്ക്രൂ ഇടാം. എന്നിട്ട് ഇതും വർക്കാവുമോ എന്ന് നോക്കാം. ണ്ട് ഇനി പാടിയാൽ മതി. പാടുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ ഞാനിനി ചെയ്യുവാണ്. സമയമില്ലാത്തതുകൊണ്ട് ടക്കേന്നാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരോടെ ചെയ്താൽ വീട്ടിൽ പോകാം. ഞാൻ കിടന്ന് മാറാനുള്ളൊരു സമനക്കേടും എല്ലാം. ഒരു പെൻഡ്രൈവ് കഴിഞ്ഞത് ചേപ്പിച്ചു. അപ്പോൾ ഓക്കെ, മറ്റൊന്നുമില്ല, അനങ്ങത്തേ ഇല്ല. ആണ് 1 2 3 4. ഇത് ഒരു ചെറിയ വെട്ടുവ്യത്യാസത്തിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഊഫറിൻ്റെ. എന്നാലും സെൻറ്ററിൻ്റെ ഇച്ചിരി വ്യത്യാസമുണ്ട്. എന്നാലും ഓക്കെയാണ്. കയറി എല്ലാം വർക്കിംഗ് ആണ്. ഇത് നോക്കിയാൽ മതി. ഇങ്ങനെ പല്ലുമട്ട പോലത്തെ ഐസി ഉള്ളതിൽ എന്നാ വർക്കിംഗ് അല്ലേ? സൂപ്പർ വർക്കിംഗ് കേട്ടോ. സൂപ്പർ വർക്കിംഗ്. ഓക്കെ, ഇനി ബ്ലൂടൂത്തോടെ നോക്കിയേക്കാം. പെൻഡ്രൈവ് ഓക്കെ. ഇനി ബ്ലൂടൂത്ത്, ഒപ്റ്റിക്കലും ARC എല്ലാം ഉള്ള സാധനമാണ്. ബ്ലൂടൂത്ത് മാത്രമല്ല കേട്ടോ, ഒപ്റ്റിക്കൽ ARC ഇൻപുട്ടുകളൊക്കെ ഉള്ള നല്ല അടിപൊളി സെറ്റാണ്. ഇപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് നോക്കട്ടെ. ബ്ലൂടൂത്ത് ഓണ്. ഇത് ബോട്ട് അവൻഡർ ബാർ 3100D 3100D കണക്ഷൻ. അതില്ല,
ഒപ്റ്റിക്കൽ ഇന്ന്, എച്ച് ഡി ഇന്ന്, USB, ബ്ലൂടൂത്ത്. ഹലോ ഹലോ ആ പറഞ്ഞോ. ആ ആ ആ നം അവൻ്റെ ബാർ 3100 എന്നാണ് ഇതിൻ്റെ കണക്ഷനായി. അവൻ്റെ ബാർ 3100 AAVANT അവാൻറ്റ് ബാർ 3100 എന്നാണ് മോഡൽ നമ്പർ ഇതിന്. നമുക്കൊരു പാട്ടിട്ട് നോക്കാം. പാട്ടേ പാട്ടു. മുമ്പത്തെ പാട്ട് തന്നെ നോക്കാം. Please stand by. We are currently testing our വർക്കിംഗ് ആണ് systems. കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല വർക്കിംഗ് ആണ്. Testing lighting equipment. Testing LED screen. Prompt engineers are getting paid 3 crore rupees in United States, and in India they are getting paid 70 and അപ്പോൾ ഇത് ഓക്കെ, പിന്നെ നിർത്തി. ഇനി അടുത്ത മൂന്നാമത്തെ PC എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മാറാൻ പോവാണ്. അപ്പോൾ ഇവനെ തക്കാലം മാറ്റി വെക്കുവാണ്. പെൻഡ്രൈവ് എടുത്ത് വെച്ചു. അപ്പോൾ 2 എണ്ണം റെഡിയായി. ഇനി മൂന്നാമത്തവൻ ഇവിടെ ഇരിപ്പുണ്ട്, അവനെ നമുക്ക് ശരിയാക്കാം. അത് ഒരു സ്ഥലത്ത് ഇട്ട് കുറേ നാളായിട്ട് IC കിട്ടാനില്ലെന്നെല്ലാം പറഞ്ഞ് ഇതെല്ലാം അതിൻ്റെ പിന്നും എല്ലാം വലിച്ചു പറിച്ച് ആ പിന്നെല്ലാം സോൾഡറിങ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ അയൺ കുത്തണം. അതിൻ്റെ പിന്ന് കൊണ്ട് അയാൾ പോയി, സോക്കറ്റും കൊണ്ട് പോയി. എൻ്റെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ പിന്ന് കണ്ടിച്ച് കളഞ്ഞ് ഇവിടെ എങ്ങാനും വെച്ചാലും വേണ്ടിയില്ല, ഞാൻ എടുത്ത് കൊടുത്തോളായിരുന്നു. അതയാൾ തിന്ന് വിഴുങ്ങി. ഇതിന് ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. എൻ്റെ പവർ സപ്ലൈയിലെ കപ്പാസിറ്റർ കൂടെ മാറണം. മറ്റേതിൻ്റെ ഞാൻ മാറിയായിരുന്നു. എൻ്റെ പവർ സപ്ലൈ കപ്പാസിറ്റർ വീർത്തിരിക്കുകയാണ്. അതുകൂടെ മാറിയില്ലെങ്കിൽ പണി പാപ്പരം കോട്ടാവും. ഈ സെറ്റിൻ്റെ പവർ സപ്ലൈ ഇതല്ല, ഇത് ഞാൻ കൊടുത്തപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഇച്ചിരി പ്രിൻ്റ് പ്രശ്നമൊക്കെ വന്നിട്ടുണ്ട്. ഇതല്ലേ സാധനം 748, അത് തന്നെ ഉണ്ട്. ഇതിൻ്റെ ഇത് വൃത്തിയായിട്ട് മാറിയെടുക്കാമായിരുന്നു, കുഴപ്പമില്ല. ഇട്ടിട്ടുണ്ട്. സബ്വൂഫറിൻ്റെ IC ഒക്കെ പറിച്ചിട്ടുണ്ട്, പറിച്ച് കളഞ്ഞായിരുന്നു. ഈ പവർ സപ്ലൈ ബോർഡ് കപ്പാസിറ്റർ മാറണം. ഇത് 2 കപ്പാസിറ്റർ അവിടെ ഉണ്ട്. ഒരെണ്ണമേ എൻ്റെ കാഴ്ചപ്പാടിൽ കുഴപ്പം കാണുന്നുള്ളൂ. 35 വോൾട്ടെന്ന് ഞാൻ കണ്ടു. ഇനി പൊക്കി എടുത്തിട്ട് നോക്കാം. രണ്ട് കാലമുള്ളതുകൊണ്ട് എളുപ്പവഴി കഴിക്കാൻ നോക്കുന്നതായി കുഴപ്പം. ആ ഷീൽഡെടുത്ത് 2 മിനിറ്റ് മതി. ഷീൽഡെടുക്കാനുള്ള മടി കാരണം ഇങ്ങനെ. പിന്നെ അതിന് ഇച്ചിരി ചൂടായി വരുന്നോളും തോന്നും. എന്നാണേലും ഇതാണ് കപ്പാസിറ്റർ ഒന്നുകൊണ്ട് അടുത്ത് കാണിച്ചോളൂ.
ഇത് 1000 UF 35 വോൾട്ടാണ്. ഇത് 1000. കണ്ട് ഇതിൻ്റെ തല വീർത്തിരിക്കുന്നുണ്ടോ? ഇതിൻ്റെ തല വീർത്തിട്ടില്ല, ഇത് കുഴപ്പമില്ല. 1000 UF 35 വോൾട്ട്. നമ്മൾ പുതിയ എടുത്തു തരാം. ഇനി ഞാൻ 1000 UF 50 വോൾട്ട് ഇടാൻ പോകും. വോൾട്ടേജ് കൂടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, കപ്പാസിറ്റൻസ് കൂടുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. കാരണം ഫിൽട്ടർ സ്റ്റേജ് ആണല്ലോ. വോൾട്ടേജ് കൂടുന്നതുകൊണ്ട് ഇപ്പോൾ അവിടെ വോൾട്ടേജ് ഇച്ചിരി കൂടി വന്നാലും തള്ളിപ്പോകത്തില്ല. അതുകൊണ്ട് ഗുണമുള്ളൂ, ദൂഷ്യമൊന്നുമില്ല. പിന്നെ കമ്പനിക്കാർ കൂട്ടിയിടിയാലാതെന്ന് വെച്ചാൽ 1000 UF 35 വോൾട്ടിൻ്റെ കപ്പാസിറ്ററിൻ്റെ വില അല്ലല്ലോ 50 വോൾട്ട് കപ്പാസിറ്ററിൻ്റെ. നല്ല വില വ്യത്യാസമുണ്ടല്ലോ. അപ്പം അവർ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് കൂട്ടിയിട്ടാൽ മുതലാകത്തില്ല. നമ്മളിപ്പോൾ ഒരെണ്ണമൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ, ആ കത്തി തരും. ഇത് സാംസങ്ങിൻ്റെ കപ്പാസിറ്ററാണ്. സാംസങ് കൊറിയ, വലിയ കുഴപ്പമില്ലാത്തൊരു കപ്പാസിറ്ററാണ്, മാനുഫാക്ചറാണ് ഇന്ത്യയിലുള്ള. പിന്നെ നമ്മുടെ കെൽട്രോണിൻ്റെ കപ്പാസിറ്ററും നല്ലതാണ്, വലിയ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഒരു മഞ്ഞ കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലായ്മ തോന്നും എന്ന് മാത്രം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരുവിധം കുത്തിക്കയറ്റി കറക്റ്റാണ് അവിടെ ഇരുന്നോളും. ഓക്കെ, 50 വോൾട്ട് കപ്പാസിറ്റർ ഷീൽഡ്. നമ്മുടെ ഫ്ലക്സ് എന്തി ഫ്ലക്സ് ഇതിലും കട്ടർ വേണം. കപ്പാസിറ്റർ ഇടുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും കൃത്യമായിട്ട് നോക്കണം. അല്ല വേറെ പ്രശ്നമൊന്നും ഉണ്ടായാലും ഒരു ചെറിയ ബോംബ് സ്ഫോടനം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിലൊന്നും സംഭവിക്കാനൊന്നുമില്ല. പക്ഷെ അത് കണ്ണിലൊക്കെ തെറിച്ചാൽ കുഴപ്പമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും കപ്പാസിറ്റർ ഇടുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും കൃത്യമായിട്ട് നോക്കണം. അപ്പം വേറെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ പോസിറ്റീവ് ഇത്, നെഗറ്റീവ് അത്. ഇതിൻ്റെ പവർ സപ്ലൈ കപ്പാസിറ്റർ കംപ്ലൈൻറ്റ് നമ്മൾ മാറ്റി. ബോർഡ് നമ്മൾ IC ഇട്ടെല്ലാം ക്ലിയർ ചെയ്തു. ഇതിൻ്റെ ബോർഡിലെ കപ്പാസിറ്ററും കുഴപ്പമൊന്നുമില്ല. IC നേരത്തെ അവനെ വലിച്ചു പറിച്ച് അത് മുഴുവൻ കുളവാക്കിയതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. ഞാൻ കുറ്റം പറയുമൊന്നുമല്ല, അത് കുളവാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ അങ്ങനെ പ്രശ്നമൊന്നും വരികയില്ല. കുറ്റം പറച്ചിൽ എന്നൊന്നും നിങ്ങൾ പറയരുത്. ഇവിടുത്തെ ഒരു കാലില്ല, പവർ സപ്ലൈ വെച്ചിരുന്ന ഒരു കാലില്ല. ഇതൊക്കെ എവിടെ കൊണ്ടുപോകുന്ന? ഇതൊക്കെ അഴിച്ചു കഴിയുമ്പോൾ വല്ലവൻ്റെ സാധനമല്ലേ, പോയാൽ നിങ്ങൾക്ക് തന്നെ അല്ലേ? കൊള്ളാം മക്കളെ, കൊള്ളാം. ഇതെല്ലാം കണ്ടുകൊണ്ടൊരു ഉടയോനുണ്ട് ഇരിപ്പ്. അവനും പണി തരും നിങ്ങൾക്കിട്ട്. 2 സ്ക്രൂ അതിന് വെച്ചിട്ടുള്ളായിരുന്നു, 2 സ്ക്രൂ ഇതിനു വേണ്ടി. 4 സ്ക്രൂ ഉണ്ടായിരുന്നു, അതിൽ 2 സ്ക്രൂ കളഞ്ഞെടുത്ത്. പിന്നെ അതിൻ്റെ കാലും കളഞ്ഞു. ഇത് പൊങ്ങി നിൽക്കാനുള്ള സാധനമുള്ള കാല്, ആ കാലും എടുത്ത് പൊക്കം വിട്ട്. അല്ല അഴിച്ച സമയത്ത് പോയി, എതിലെയോ പോയി. എന്നാ ചെയ്യാനാ, ഓരോ അവസ്ഥകളെ. നമുക്കൊരു 2 സ്ക്രൂ എക്സ്ട്രാ ഇടണം. അത് ഇല്ല സ്ക്രൂ ഇതിനകത്ത്. ഞാനൊരു നെറ്റും
എല്ലാ സൈഡും അവിടെ നിന്ന് മ്യൂസിക് ആക്കിയിരിക്കും. കൊള്ളാം 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 കുഞ്ഞേ നിൻ പരിപാടി. തുള മാത്രം അവിടെ കിടപ്പുണ്ട്. ആ എനിവേ കുറ്റി കൊണ്ട് പോട്ടപ്പ എന്നാ ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് കുത്താനുള്ള ഈ സബ്വൂഫറിൻ്റെ പിന്ന് കുത്തേണ്ടതാണ്. അത് ഇപ്പം കുറ്റിയില്ല, അതിൻ്റെ കുറ്റിയും കൊണ്ട് പോയി. അപ്പോൾ ഇത് സോൾഡർ ചെയ്യണം. ഇവിടെ എന്നെ ഒന്ന് സഹായിക്കണം, വീഡിയോ വെച്ചിട്ട് വാ, ഒന്ന് പിടിച്ചു തരണം. നാട്ടുകാർ ചെയ്യുന്ന ഇവിടെ ഇതുമുണ്ട്, ഹീറ്റ് സിങ്കിൻ്റെ തകിടും അവിടെ പശയിടുന്ന ആ പശയും കളഞ്ഞു. എല്ലാം കുഴപ്പമാണ്. ഇത് ചെയ്ത മെക്കാനിക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. മോശമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? കഷ്ടമല്ലേ? പാവപ്പെട്ടവൻ്റെ സാധനമല്ലേ? നമ്മുടെ പൈസയും ഇതുപോലെ അല്ലേ എന്നൊക്കെ ഞാൻ ചുമ്മാ ചോദിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ പിന്നെ തെറി വിട്ടോണ്ടാൽ മതി എന്നെ. അത് പിന്നെ സോൾവ് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ട് അവസാനമേ അല്ല പിന്നെ അതെല്ലാം കൂടെ എടുത്തവിടെ വെക്കാൻ പാടാം. അപ്പം ഞാനീ പറയുന്നതും ജനപക്ഷം നിന്ന് സംസാരിക്കുന്നതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്ക് പലപ്പോഴും അറിയാം. അതിന് നിങ്ങളെന്നെ കമൻറ്റിലൂടെയും മറ്റു രീതിയിലുമൊക്കെ പറയുന്നുണ്ടെന്നും എനിക്കറിയാം. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്കതൊന്നും കുഴപ്പമില്ല. സത്യം പറഞ്ഞിട്ട് ഇച്ചിരി ചീത്ത കേട്ടാലും നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഞാൻ എവിടെയാ പിടിക്കുന്നത്? ഇപ്പം പിടിക്കണ്ട, ഇപ്പം ഇതെല്ലാം സ്ക്രൂ ചെയ്തിട്ടാൽ മതി. എൻ്റെ സ്ക്രൂ ഒന്നും ശരിയല്ല, മുഴുവൻ സ്ക്രൂവും മാറ്റിക്കളഞ്ഞ്. എന്തൊരു കഷ്ടമാണ്. കുറേ പാത്രം കൊണ്ടോ കുറേ സ്ക്രൂ കണ്ടുപിടിക്കട്ടെ. ഈ സ്ക്രൂ തീറ്റക്കാരെ കൊണ്ട് ഞാൻ മടുത്ത്. ഇവന്മാരെന്നെ സ്ക്രൂ തന്നെ തൂക്കി വയ്ക്കണം. എന്നാ വൃത്തികെട്ട സ്വഭാവമാണ്. ഇത് മെറ്റൽ സ്ക്രൂ ഇടേണ്ട ഒരു സ്ഥലത്ത് മുഴുവൻ പ്ലാസ്റ്റിക് സ്ക്രൂ ഇട്ട് വെച്ച്. ഒറ്റ മെറ്റൽ സ്ക്രൂവിൻ്റെ പാത്രം ഇതില്ല, കൊണ്ടുപോകാൻ കുറേ സ്ക്രൂ. മെറ്റൽ സ്ക്രൂ ഒക്കെ കിട്ടുന്നുണ്ട്. കൈ കിട്ടുന്ന കളറൊക്കെ ഞാനിടാം. അല്ലാതെ ഇപ്പോൾ എന്നോടൊന്നും പറഞ്ഞേക്കില്ല. ഇവിടെ ബ്ലാക്ക് ഉണ്ട്, ഞാനിപ്പോൾ വൈറ്റ് ഇടാം. വൈറ്റെങ്കിലും ആണേലും അത് കയറിയല്ല, അത് വണ്ണം കൂടുതലല്ല. മിച്ചയുടെ വണ്ണം കുറഞ്ഞ വണ്ണം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നോക്കട്ടെ, കയറിയല്ല. വളരെ മോശമായ പരിപാടികളാണ്. സെബ്രോണിക് 9400 പ്രോലോജിക്ക് എൻ്റെ വേറൊരു കസ്റ്റമറെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇത് അയാളുടെ സെറ്റ് ഇവിടെ നേരിട്ട് കൊണ്ടുവന്നായിരുന്നേ. അത് ഞാൻ അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ റെഡിയാക്കി കൊടുത്തേ. അപ്പം അന്നേരം അയാളുടെ സെറ്റിൻ്റെ അയാൾ പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ് ഈ ചേട്ടനെ. അപ്പോൾ ഈ ചേട്ടനെ ഇയാൾ കുറേ നാളായിട്ടിട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണേ. മനസ്സിലാക്കാം. പക്ഷേ ഇതിൻ്റെ സ്ക്രൂ കുറവ് വരുന്നതും ഇതിൻ്റെ കുറ്റി കാണാതെ പോകുന്നതും ആയിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. ഐസി കിട്ടാത്തതുമായിട്ട് നാട്ടുകാർ ആദ്യമൊക്കെ ഇതൊക്കെ സഹിക്കും. ചിലപ്പോൾ നാട്ടുകാർ പിടിച്ച് അടി തരും, കിട്ടേണ്ടി വരും. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കൊന്നും പോകാതെ നമുക്ക് തിരിച്ചും മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമല്ലോ നല്ലത്. ഇപ്പം ഇതിൻ്റെ ആ ഒറിജിനൽ സ്ക്രൂ പോയതിൻ്റെ എന്തെല്ലാം ബുദ്ധിമുട്ടായപ്പോൾ ഞാനും കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓഹോ ഒറ്റ സാധനം നേരെ മുറുകത്തുമില്ല. ഇനി എല്ലാം പശയിട്ട് ഒട്ടിക്കേണ്ട ഗതികേടാണ്. ഒറിജിനൽ സ്ക്രൂ എന്ന് പറഞ്ഞാൽ അത് ഒറിജിനൽ സ്ക്രൂ തന്നെ. അത് തന്നെ യാതൊരു
എന്നാ അതിന് പറയുന്നത്? ഇതിപ്പോൾ മാറണം, ഇതിപ്പോൾ മറ്റൊരു സ്ക്രൂ ഇട്ടാലേ അവിടെ മുറിവുള്ളൂ. ഇത് ചുമ്മാ സാധാ സ്ക്രൂ ആയിപ്പോയി. കഷ്ടം. നമ്മൾ അങ്ങനെയൊക്കെ ചെരുമാറിയാൽ നമുക്ക് അതിനൊക്കെയുള്ള ശിക്ഷ കിട്ടും കേട്ടോ. ഏറ്റവും ബുദ്ധിമുട്ട് അതിന് പറ്റിയ ഒരു സ്ക്രൂ ഉണ്ടാക്കാമെന്നുള്ള ഓരോന്നിനും ഒറിജിനൽ സ്ക്രൂ കളഞ്ഞു കഴിഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ ഓരോന്ന് ഇട്ട് കഴിയുമ്പോൾ പോടോന്നും വീടോന്നും ഒക്കെ ഓരോ മെസ്സേജ് ഇട്ടാൽ മതി. വീട്ടിൽ അപ്പനെ വിളിക്കുന്ന പേരൊക്കെ എന്നെ വിളിക്കണ്ട കേട്ടോ. അപ്പതിനെ തന്നെ അങ്ങ് വിളിച്ചാൽ മതി. നീയൊക്കെ ചെയ്യുന്നതിനുള്ള പ്രവർത്തിക്കുള്ള ശരിക്കുള്ള ശിക്ഷ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കും. ആര് ചെയ്താലും എന്ത് പാടുകൂടെ ഞാൻ ഒരു സ്ക്രൂവിന് വേണ്ടി കൊടുക്കണം. പിന്നെ എല്ലാവരെയും എനിക്കറിയാം. ഈ മെസ്സേജ് ഇടുന്ന ആൾക്കാരെ മുഴുവൻ എനിക്കറിയാം. എൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയത്തില്ലെങ്കിൽ അറിഞ്ഞു. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുക്കാനുള്ള സംവിധാനം സോഫ്റ്റ്വെയറും ഒക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊന്നും നമുക്കൊരു എരിയല്ലാത്തതുകൊണ്ട് നമ്മൾ വിട്ടിരിക്കുന്നുള്ളൂ. ഓ, എന്തൊരു കഷ്ടം. ഒറ്റ സ്ക്രൂ അതിന് മാച്ച് ചെയ്യുന്നില്ല. ചെറിയൊരു സ്കൂട്ടർ അങ്ങനെ കറക്റ്റ് സ്ക്രൂ ഒരുവിധം കിട്ടി. ഇനി ഇവിടുത്തെ സ്ക്രൂകളാണ്. ഇവിടുത്തെ സ്ക്രൂകൾ ഒപ്റ്റിക്കലിൻ്റെ സ്ക്രൂ, ലൈനിൻ്റെ സ്ക്രൂ, അങ്ങുള്ളതാ. അത് സ്ക്രൂവും കളഞ്ഞു. ഒപ്റ്റിക്കൽ കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മുടെ സപ്ലൈ പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റ് സപ്ലൈ കയറ്റി നീ തിരിച്ചിടാം. എന്നിട്ട് പോസിറ്റീവ് ഇത് കൊടുക്കണം. ഇനി അടുത്തോട്ടുള്ള ലൈനാണ് പോസിറ്റീവ്. ആ പിന്നെ പറിച്ചിട്ട് പുള്ളി സബ്വൂഫറിൻ്റെ ഒറ്റ പിന്നെ തീരേണ്ട കാര്യം സോൾഡർ ചെയ്യുവാണ്. ഓരോ ആൾക്കാരുടെ ചില പോഡേകളുടെ പരിപാടി, എടിപ്പോടെ എന്ന് വിളിക്കുന്നവന്മാരുടെ പരിപാടിയാണിത്. ഞാൻ പറയുന്നതൊന്നും അവന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ണ്ട് കുറേ അവന്മാരുണ്ട്. ഇവരോർക്കും ഇവന്മാരാണ് ടെക്നീഷ്യന്മാർ എന്നോർത്തു. കാരണം അവരെയും കുറ്റം വേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുമ്പോഴും അല്ലാത്തപ്പോഴും നമ്മുടെ
ജോലിക്കാർ ഒന്നും അറിയത്തില്ലാത്തവന്മാരായിരുന്നു എന്ന് പറയാം. കാരണം അവർക്ക് അറിയേണ്ട കാര്യമില്ല, അവർക്ക് ഇത് ഊരിക്കൊണ്ട് വരാൻ അറിഞ്ഞാൽ മാത്രം മതി. ഞാനായിരുന്നു മൊത്തം വർക്ക് ചെയ്ത് കൊടുത്തോണ്ടിരുന്നത്. അപ്പം അവരെ അങ്ങനെ തെറ്റിദ്ധരിച്ച് അവർക്ക് വർക്ക് കൊടുത്തിട്ട് വലിയ പ്രശ്നങ്ങളിലായ സെറ്റ് അടിച്ചു പോയ ഒത്തിരി കേസുകളുണ്ട്. ഈ അടുത്ത നാളിൽ ഒരാളിങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ ഒരു പണ്ടത്തെ സ്റ്റാഫായിരുന്ന ആൾ മെക്കാനിക്കാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു, ഞാൻ അയാളെ കൊണ്ട് വർക്ക് ചെയ്യിച്ചു, സോണിക്ക് തിരക്കാണല്ലോ എന്ന് ഓർത്ത് ഞാൻ ജയിച്ചതാ, എൻ്റെ സെറ്റ് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞെന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞേ ഉണ്ടായി. അപ്പം ഞാൻ പറയേതേ, ആൾക്കാരിങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ഇപ്പോൾ ഒരു കടയിൽ ജോലി ചെയ്യുന്നത്, കടയിൽ ഇപ്പം നമുക്കറിയാം തൂപ്പുകാരൻ കാണും, കടയിൽ ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫ് കാണും, പാത്രം കഴുകുന്ന സ്റ്റാഫ് കാണും, പൊറോട്ട അടിക്കാരൻ കാണും, ഒരു ഹോട്ടലിലാണെങ്കിൽ പോലും ഒരു കുക്ക് കാണും. അതിൽ കുക്കാണ് മാനുഫാക്ചറർ, ഈ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇവിടെ ഒരേ ഒരു കുക്കേ അന്നും ഇന്നും ഉള്ളൂ, അത് ഞാൻ തന്നെയാണ്. ഞാൻ പണിയെടുത്താണ് ഈ സ്ഥാപനത്തിന് പേരുണ്ടാക്കിയതും കാര്യങ്ങളും. മറ്റൊരു ആൾക്കാരെയൊക്കെ നമുക്ക് സഹായത്തിനായിട്ട് നമ്മൾ എടുത്തെന്നുള്ളൂ. അപ്പോഴത്തേക്കും അവർ മെക്കാനിക്കുകളാണെന്ന് തെറ്റിദ്ധരിച്ച നമ്മുടെ ആൾക്കാരാണ് വിഡ്ഢികൾ. അപ്പോൾ ഇനി അതിനൊക്കെ പുറം കവറിന് സ്ക്രൂ ഇല്ല. ഞാൻ ഇനി എവിടെ പോയി പുറം കവറിന് സ്ക്രൂ ഉണ്ടാക്കും? പുറം കവറിന് നോക്കട്ടെ, ഇത് പിടിക്കും. 3 സ്ക്രൂടെ വേണം. രണ്ടൊപ്പിച്ചു. അപ്പോൾ ഏകദേശം സ്ക്രൂ ആയി. ഒരെണ്ണോടെ കിട്ടി. വേറെ ഏതോ സ്ക്രൂ, ഇതിൻ്റെ ഒന്നും അല്ല എൻ്റെ പൊന്നെ ഇതൊന്നും. ഇപ്പം നമ്മളെ അറിയത്തില്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് നമ്മളോട് വിരോധമൊന്നും ഉണ്ടാകത്തില്ലോ. ഇപ്പം ഓരോ വൃത്തികേടുകൾ കാണിക്കുന്ന ആൾക്കാരുടെ പരിപാടികൾ നമ്മൾ വിളിച്ചു പറയുമ്പോഴാണല്ലോ വിരോധം ഉണ്ടാകുന്നത്. സ്ക്രൂ നഷ്ടപ്പെട്ടാൽ ആ സെറ്റിൻ്റെ പെർഫെക്ഷൻ പോയെന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇതാണ് അതിൻ്റെ കറക്റ്റ് സ്ക്രൂ. മറ്റേ ഓവർ സൈസ് ബാക്കിയല്ല. അപ്പം അത് ഓവർ സൈസ് ഇട്ടതുകൊണ്ട് ചെറിയ സ്ക്രൂ ഒന്നും ഇനി ഇടാൻ അവിടെ ഇട്ടാൽ ഒക്കത്തില്ല. ഇനി ഓവർ സൈസ് തന്നെ ഇട്ട് വിട്ടേക്കാം, ചിപ്പ്ഡ് ആയതുകൊണ്ടേ. അപ്പം ഇവിടെ അതിൻ്റെ ഒരു തുളയുണ്ട്, അവിടെ ഞാനൊരു തുള അടച്ചു വിട്ടേക്കാം. അതായത് സ്ക്രൂവും മറ്റേ എൻ്റെ കുറ്റിയെല്ലാം എടുത്തുകൊണ്ട് പോയതാണ്, അടച്ചു വിട്ടു. ദൈവമേ, ഇതും കൂടെ പാടിയാൽ ഈ 3 സെറ്റും നമുക്ക് പുറത്തു വിടാം. ഇതിൻ്റെ ബോർഡിനാണ്ട് 6500 രൂപയോ അങ്ങനെയൊക്കെ ആ കമ്പനി മേടിക്കുന്നത്. 6500 7000 രൂപയൊക്കെയാണ് സെറ്റിൻ്റെ വിലയാണ് ചോദിക്കുന്നത്. അതും വാറണ്ടി പീരീഡ് കഴിഞ്ഞത് ഇപ്പോൾ അവർ ചെയ്യലെന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളുണ്ട്. ഓണാന്നില്ല. മൂന്ന് സെറ്റും റെഡിയായിട്ടുണ്ട്. അപ്പം ഈ സെറ്റ് നല്ല ഷോവായിട്ട് ഈ സെറ്റിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ കൊടുത്ത്. ഇത് രണ്ടും വേറെ ഒരിടത്തും കൊടുക്കാത്ത കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം.